നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിവിവരങ്ങളും ഫോൺ നമ്പറും ഉൾപ്പെടെ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ കൈവശമുണ്ട്. നമ്മുടെ ജോലി, വീട്ടിൽ ആരൊക്കെയുണ്ട്, മക്കൾ എന്തു ചെയ്യുന്നു എന്നൊക്കെ അവർ വിശദമായി മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ മകനോ മകളോ ലഹരിക്കേസിൽ പിടിയിലായെന്ന പേരിൽ പോലീസ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ഫോൺ കോളുകൾ വരാം. നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്ന രീതിയിൽ CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞ് വിളിയെത്താം. യാക്കോബായ സഭയിലെ ഒരു മെത്രാപ്പോലിത്തയെ കബളിപ്പിച്ച് പണം തട്ടിയപ്പോൾ അദ്ദേഹത്തിന് ജാഗ്രതക്കുറവുണ്ടായെന്ന് പറഞ്ഞ് പരിഹസിച്ചവർ പോലും ഈ കെണിയിൽ വീഴാം. കഴിഞ്ഞ ദിവസം സംഗീത സംവിധായകൻ ജെറി അമൽദേവിനെയാണ് തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ചതെങ്കിൽ സൈബർ തട്ടിപ്പുകാർ അൻവർ സാദത്ത് MLA വീട്ടിലുമെത്തി. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. നിങ്ങളുടെ മകൾ ലഹരിക്കേസിൽ പിടിയിലായെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരുമൊന്നും ഭയന്നു പോകും. സമാനമായ രീതിയിലാണ് ആലുവ MLA അൻവർ സാദത്തിന്റെ കുടുംബത്തെ കബളിപ്പിക്കാൻ സൈബർ തട്ടിപ്പ് സംഘം ശ്രമിച്ചത്. മകൾ ലഹരിക്കേസിൽ ഡൽഹി പോലീസിന്റെ പിടിയിലായെന്ന വ്യാജ സന്ദേശം നൽകി MLAയുടെ ഭാര്യയെ ഫോണിൽ ബന്ധപ്പെട്ടു. ആദ്യം ഭയന്നുപോയ കുടുംബം മകളെ ഫോണിൽ വിളിച്ചതോടെ തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞു. MLAയുടെ പരാതിയിൽ എറണാകുളം റൂറൽ ജില്ലാ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ 11-നാണ് MLAയുടെ ഭാര്യയുടെ ഫോണിലേക്ക് വാട്സാപ്പ് കോൾ വന്നത്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥ വേഷത്തിലുള്ള ചിത്രമാണ് പ്രൊഫൈൽ ചിത്രമായി ഉണ്ടായിരുന്നത്. മകൾ മയക്കുമരുന്നുമായി ഡൽഹി പോലീസിന്റെ പിടിയിലായെന്ന് ഹിന്ദിയിൽ അറിയിച്ചു. മകളുടെ പേര് കൃത്യമായി പറഞ്ഞ വ്യാജ പോലീസുകാരൻ മകൾ എവിടെയാണ് പഠിക്കുന്നതെന്നും ഇതിനിടയിൽ ചോദിച്ചു. ഇതോടെ സ്തംഭിച്ചുപോയ MLAയുടെ ഭാര്യ ആലുവയിൽ സ്വകാര്യ ചടങ്ങിലായിരുന്ന അൻവർ സാദത്തിനെ വിളിച്ചറിയിച്ചു. 15 മിനിറ്റിനു ശേഷം മകളെ ബന്ധപ്പെട്ടു. ക്ലാസ്സിലായിരുന്നുവെന്ന് ഉറപ്പായതോടെയാണ് പോലീസ് പിടിയിലായെന്ന സന്ദേശം വ്യാജ പോലീസിന്റേതാണെന്ന് ബോധ്യമായത്. എന്റെ വൈഫിന് ഇന്നലെ ഒരു 10:45 സമയത്ത് ഒരു ഫോൺ വരെയാണ്. ഡൽഹി പോലീസാണെന്നും പറഞ്ഞാണ് ഫോൺ വന്നത്. ഫോൺ വന്ന് എന്നിട്ട് അപ്പൊ പറഞ്ഞു, അങ്ങനെ നിങ്ങളുടെ മകളുടെ പേര് ഇന്നല്ലെന്ന് ചോദിച്ചു. അപ്പൊ അതേന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ മകളെ അറസ്റ്റ് ചെയ്തിരിക്കുക, നിങ്ങളുടെ മകളെ എന്താണ് ഡൽഹിയിൽ എവിടെയുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന സ്ഥലത്ത് പഠിക്കുകയെന്ന് പറഞ്ഞു. അത് ചോദിച്ചിട്ട് നിങ്ങളുടെ മകളെ അറസ്റ്റ് ചെയ്തേക്കാണ്. അപ്പൊ വൈഫ് അറിയാവുന്ന രീതിയിൽ ഹിന്ദിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പോഴും വൈഫ് അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി വൈഫ് ആകെ പാനിക്കായി, വലിയ പ്രയാസമായി. അവള് പിന്നെ ഇവരെന്തോ ഹിന്ദിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഞാൻ ഇതൊക്കെ വൈഫിനോട് അയച്ചു തന്ന് ഞാൻ അപ്പൊ തന്നെ സൈബർ സെല്ലിൽ കൊടുക്കാൻ വേണ്ടി ആലുവ CIക്ക് കൊടുത്തു. അവരപ്പോ സൈബർ സെല്ലിൽ കൊടുത്തു. ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞു. സംഭവത്തിൽ അൻവർ സാദത്ത് MLAയുടെ പരാതിയിൽ ജില്ലാ പോലീസിന്റെ കീഴിലുള്ള സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ജെറി അമൽദേവിനെ കബളിപ്പിച്ച് പണം തട്ടാൻ ശ്രമിച്ച സൈബർ തട്ടിപ്പ് സംഘത്തെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. അൻവർ സാദത്തിന്റെ കുടുംബത്തിനും സംഗീത സംവിധായകൻ ജെറി അമൽദേവിനും വന്നതുപോലെ നമ്മുടെ ഫോണിലേക്കും ഇതുപോലുള്ള വ്യാജ സന്ദേശങ്ങൾ എത്താം. ഇവിടെ ധൈര്യം കൈവിടാതെ പോലീസിനെ വിവരമറിയിക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം കൊച്ചി സ്വദേശിയിൽ നിന്ന് 29 ലക്ഷം രൂപ തട്ടിയെടുത്തൊരു സംഭവമുണ്ടായി. തട്ടിപ്പിന് ഇരയായ വ്യക്തി നൽകിയ പരാതിയിൽ കേസെടുത്ത എറണാകുളം സെൻട്രൽ പോലീസിന്റെ അന്വേഷണമെത്തിയത് രാജ്യ തലസ്ഥാനത്തേക്കാണ്. കേസിലെ പ്രതി ബീഹാർ സ്വദേശി പ്രിൻസ് പ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടിപ്പ് നടത്തി നേടിയ പണം ക്രിപ്റ്റോ കറൻസിയായി മാറ്റുകയാണ് ഇയാളുടെ രീതി. സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത 29 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലാണ് പ്രിൻസിനെ അറസ്റ്റ് ചെയ്തത്. വ്യാജ CBI സംഘം ചമഞ്ഞ വെർച്വൽ വിചാരണയും അറസ്റ്റും ചെയ്യുന്ന സംഘത്തിലെ പ്രധാനിയാണ് പ്രിൻസ് പ്രകാശ്. വ്യാജ CBI സംഘത്തിന് ബാങ്ക് അക്കൗണ്ടുകൾ സംഘടിപ്പിച്ച് നൽകുന്നതും അക്കൗണ്ടിൽ എത്തുന്ന തുക ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റുന്നതും ഇയാളായിരുന്നു. ഓരോ ഇടപാടിനും
ലക്ഷങ്ങളാണ് പ്രതിഫലമായി കിട്ടിയിരുന്നത്. തട്ടിപ്പ് പണം ആഡംബര ജീവിതത്തിനായി ചെലവഴിക്കുകയായിരുന്നു ഇവരുടെ രീതി. താൻ ഡോക്ടറാണെന്നും വ്യാജ CBI സംഘത്തിലെ മുഴുവൻ പേരും വടക്കേ ഇന്ത്യക്കാർ ആണെന്നുമാണ് പ്രിൻസിന്റെ മൊഴി. വ്യാജ CBIക്കാർ വെർച്വൽ വിചാരണയ്ക്കിടെ ആവശ്യപ്പെടുന്ന തുക നൽകിയാൽ അറസ്റ്റ് ഒഴിവായെന്ന് പറയും. പ്രിൻസ് സംഘടിപ്പിച്ച് നൽകുന്ന അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാനാണ് ആവശ്യപ്പെടുക. പ്രിൻസിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 30 ലക്ഷം തട്ടിയ കേസിലെ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലാകുന്നത്. കേസിൽ 14 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അടുത്തിടെ സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്നും സമാന രീതിയിൽ പണം തട്ടാൻ ശ്രമമുണ്ടായി. ഡൽഹിയിൽ പിടിയിലായ പ്രിൻസിന് ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 ഡൽഹി. എത്രയോ ക്രൂരവും നികൃഷ്ടവുമാണ് ചില മനുഷ്യരുടെ മനസ്സ്. അമ്മയെപ്പോലെ സ്നേഹിച്ചിരുന്ന സ്ത്രീയെ ശർമിളയും മാത്യൂസും ചേർന്ന് കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആലപ്പുഴ കലവൂരിൽ 73-കാരി സുഭദ്രയെ കൊലപ്പെടുത്തിയ കേസിൽ മാത്യൂസിന്റെ ബന്ധു റെയ്നോൾഡിനും പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. സുഭദ്രയിൽ നിന്ന് കവർന്ന സ്വർണം അവർ തിരിച്ചു ചോദിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതികളായ മാത്യൂസും ശർമിളയും ഈ ക്രൂരകൃത്യം ചെയ്തത്. 2 പ്രതികളും ചേർന്ന് സുഭദ്രയെ നെഞ്ചിൽ ചവിട്ടിയും കഴുത്ത് ഞെരിച്ചുമാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. ആലപ്പുഴ DYSP മധു ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദുരൂഹമായ ഈ കേസിന്റെ ചുരുളഴിച്ചത്. ഏഴിനാണ് കൊലപാതകം നടക്കുന്നത്. 7-ന് ഉച്ചയ്ക്ക് ശേഷമാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കേസിൽ മുഖ്യപ്രതിയായ ദമ്പതികളായ ഷർമിളയ്ക്കും ഒപ്പം തന്നെ മാത്യുവിനും ഒപ്പം ഇവരുടെ സുഹൃത്തു കൂടിയായ റൈനോൾഡിനും കൃത്യമായ പങ്കുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. 3 പ്രതികളാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കൊലപാതക കേസിൽ പോലീസ് പിടിയിലായിരിക്കുകയും ചെയ്യുന്നത്. ഇതിൽ റൈനോൾഡിന്റെ പങ്ക് ഈ സുഭദ്രയുടെ സ്വർണം കവരുന്നതിന് മുമ്പ് അവർക്ക് നൽകുന്നതിനുള്ള, അതായത് മയക്കാനായി നൽകിയ ഗുളികകൾ അടക്കം എത്തിച്ചു നൽകിയത് റൈനോൾഡ് ആയിരുന്നു. കൊലപ്പെടുത്തുമെന്നുള്ള വിവരം റൈനോൾഡിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ സ്ഥിരീകരിക്കുന്നത്. അവരവിടെ ആ ഒരു ഇൻഫോർമേഷനിൽ അവർക്കൊരു ഇൻവെസ്റ്റിഗേഷനിൽ ഫൂട്ടേജ് കിട്ടി. ആ ഫൂട്ടേജിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷർമിളയ്ക്ക് എത്തുന്നത് അതിന്റെ ബേസിലാണ്. ഷർമിളയായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് മനസ്സിലായത് നമ്മളെ ഈ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലുള്ള ഈ ബോഡി കണ്ടെത്തിയ ആ സ്ഥലത്ത് താമസിക്കുന്നവരാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവർ മുമ്പ് പരിചയപ്പെടുന്ന ഹോസ്റ്റലിലൊരു അന്തേവാസിയായിരുന്നു ഷർമിള. അങ്ങനെയാണ് ഇവർ പൊതുവെ ഈ അമ്പലങ്ങളിലും മറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു മരണപ്പെട്ടു പോയ സുഭദ്ര. ഒപ്പം തന്നെ ഈ 2 മാസം മുമ്പും ഇത്തരത്തിൽ സുഭദ്രയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നിരുന്നു. കടവന്ത്രയിലെ വീട്ടിലെത്തി അവിടെ വെച്ച് മയക്കുഗുളികകൾ നൽകി സ്വർണം കവരാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അന്ന് അത്തരത്തിൽ ആ ഒരു ശ്രമം പാളിയതുകൊണ്ടാണ് 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും കൊലപ്പെടുത്തിയാണെങ്കിലും സ്വർണം കവരാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത്. ഷർമിളയും ഒപ്പം തന്നെ മാത്യുവും അമിത മദ്യപാനികളായിരുന്നു. അവരുടെ ജീവിത ചെലവുകൾക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി അധികമായി പണം സമ്പാദിക്കാനാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയാണെങ്കിലും സ്വർണം കവരുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത്. 4-ാം തീയതി ഇവിടെ സുഭദ്രയെ എത്തിച്ച് മയക്കുഗുളികകളടക്കം ചായയിൽ കലർത്തി നൽകി പലതവണ ബോധരഹിതയായി ഇരിക്കുന്ന സമയങ്ങളിൽ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഊരിയെടുത്തു. എന്നാൽ ബോധാവസ്ഥയിലേക്ക് എത്തിയ ഘട്ടത്തിൽ സുഭദ്ര ഈ പണം അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ തിരികെ ചോദിച്ചു. നൽകിയില്ലെങ്കിൽ പരാതി നൽകുമെന്നുള്ള കാര്യം അവർ അറിയിക്കുകയും ചെയ്തു. ഇത് കൂടുതൽ പ്രകോപനത്തിലേക്ക് എത്തുകയും സുഭദ്രയെ കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. അത്തരത്തിൽ കട്ടിൽ കിടന്ന സുഭദ്രയെ ചവിട്ടി താഴെ ഇട്ടതിനു ശേഷം ഇവർ 2 പേരും ചേർന്ന്, അതായത് മാത്യുവും ഒപ്പം ഷർമിളയും ചേർന്ന് ഇവരുടെ ശരീരത്തിൽ ചവിട്ടി പിടിച്ചു. അതിനുശേഷം കഴുത്തിൽ ഷോൾ മുറുക്കി 2 പേരും ഇരുഭാഗങ്ങളിലുമായി നിന്ന് വലിച്ചു മുറുക്കിയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം
തന്നെ അത്തരത്തിൽ ഇവരെ ചവിട്ടി താഴെയിട്ട് ആ രീതിയിൽ ഇവരെ കൈകാര്യം ചെയ്തപ്പോൾ ശരീരത്തിന്റെ 2 ഭാഗങ്ങളിലുമുള്ള വാരിയെല്ലുകൾ ഒടിഞ്ഞു പോവുകയും കഴുത്ത് ഒടിയുകയും ചെയ്തിട്ടുണ്ട്. ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഒപ്പം മരണശേഷവും കാതിലെ കമ്മൽ ഉൾപ്പെടെയുള്ളവ മരണശേഷമാണ് അപഹരിച്ചിട്ടുള്ളത് എന്നും അന്വേഷണ സംഘം പറയുന്നു. തുടർന്ന് ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ പ്രതികൾ ആ വീട്ടിൽ തന്നെ തുടർന്നു. അതിനുശേഷം പല തവണയായി ഉടുപ്പിയിലും ആലപ്പുഴയിലും പോയി ഈ സ്വർണം വിറ്റിട്ടുണ്ട്. അതിന്റെ പണവുമായി തിരികെ വന്ന് നാട്ടിലെത്തി 27-ന് ഇവിടുത്തെ സാഹചര്യം എന്താണ് എന്നുള്ളത് പരിശോധിക്കുന്നു. ഈ വീട്ടിൽ വാടക വീട്ടിൽ മൃതദേഹം കുഴിച്ചിട്ട ഇടത്ത് ഇവർ എത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കടവന്ത്ര പോലീസ് ഈ മിസ്സിംഗ് കേസ് അന്വേഷിച്ചു തുടങ്ങുകയും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തതോടുകൂടി ആണ് വീണ്ടും ഇവർ ഒളിവിൽ പോകുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ രാജ്യമെമ്പാടും പ്രതിഷേധാഗ്നി ആളിക്കത്തിയതാണ്. അതിന്റെ കനലെരിയും മുൻപ് ബീഹാറിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിനെ ബലാത്സംഗം ചെയ്യാൻ ശ്രമം. ഇവിടെ വേട്ടക്കാരന്റെ രൂപത്തിലെത്തിയത് ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ ഡോക്ടറാണ്. ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ നഴ്സ് ഡോക്ടറുടെ ജനനേന്ദ്രിയം മുറിച്ചാണ് രക്ഷപ്പെട്ടത്. ഡോക്ടർ അടക്കമുള്ള സംഘം ആശുപത്രി നേരത്തെ പൂട്ടിയ ശേഷമാണ് ബലാത്സംഗത്തിന് ശ്രമിച്ചതെന്ന് പോലീസിന് വിവരം ലഭിച്ചു. സമസ്തിപൂർ ജില്ലയിലെ മുസ്രാഗാരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള RBS ഹെൽത്ത് കെയർ സെന്ററിലാണ് സംഭവം. ജോലി പൂർത്തിയാക്കി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആശുപത്രി നടത്തിപ്പുകാരായ ഡോക്ടർ സഞ്ജയ് കുമാറും മറ്റ് 2 പേരും ചേർന്ന് ലൈംഗികാതിക്രമത്തിന് മുതിർന്നത്. പ്രതികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ നഴ്സ് ബ്ലേഡ് ഉപയോഗിച്ച് ഡോക്ടറുടെ ലൈംഗിക അവയവം ഛേദിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. സുനിൽകുമാർ ഗുപ്ത, അവധേഷ് കുമാർ എന്നിവരാണ് ഡോക്ടർക്കൊപ്പം ഉണ്ടായിരുന്നവർ. നഴ്സിനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഡോക്ടറും കൂട്ടാളികളും ആശുപത്രി പൂട്ടിയിരുന്നു. സ്ഥലത്തെ CCTVയും ഓഫാക്കിയാണ് പ്രതികൾ അക്രമത്തിന് മുതിർന്നതെന്ന് പോലീസ് അറിയിച്ചു. സ്ഥലത്ത് നിന്ന് മദ്യക്കുപ്പി, നഴ്സ് ഉപയോഗിച്ച ബ്ലേഡ്, രക്തം പുരണ്ട വസ്ത്രങ്ങൾ, 3 സെൽഫോണുകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു. മദ്യനിരോധനം നടപ്പാക്കിയ സംസ്ഥാനമാണ് ബീഹാർ. അതുകൊണ്ട് മദ്യപിച്ചെത്തിയെന്ന കുറ്റവും പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ട്. ന്യൂസ് 18. ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിനായി നിയമങ്ങൾ കർശനമാക്കിയിട്ടുള്ള നാടാണ് നമ്മുടെ സംസ്ഥാനം. പക്ഷെ ഇവിടെ ആശുപത്രികളിൽ വേണ്ടത്ര സുരക്ഷയുണ്ടോ? ജീവനക്കാർക്ക് ഭയം കൂടാതെ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് തെളിയിക്കുന്ന വാർത്തയാണ് തിരുവനന്തപുരം വർക്കലയിൽ നിന്നും കേട്ടത്. വർക്കല താലൂക്ക് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാനും ശ്രമമുണ്ടായി. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് അക്രമിയെ പിടികൂടി. ചെമ്മരുതി ചാവടിമുക്ക് സ്വദേശി മുനീറാണ് അറസ്റ്റിലായത്. ആശുപത്രി ജീവനക്കാരുടെ സംരക്ഷണത്തിനായി നിയമമുണ്ടായിട്ടും സംസ്ഥാനത്ത് ഡോക്ടർമാരടക്കം ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ആക്രമണം ആവർത്തിക്കുകയാണ്. വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഡോക്ടറെ കയ്യേറ്റം ചെയ്ത മുനീറിന്റെ അമ്മ. രോഗം ഭേദമാകാത്തതിന്റെ കാരണമന്വേഷിക്കാനെത്തിയ മുനീർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറോട് മോശമായി സംസാരിക്കുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയുമാണുണ്ടായതെന്ന് പരാതിയിൽ പറയുന്നു. വിദഗ്ധ പരിശോധന വേണ്ടിവരുമെന്ന് ഡോക്ടർ പറഞ്ഞതും ഇയാളെ പ്രകോപിതനാക്കി. അസഭ്യം വിളിച്ച് ആക്ഷേപിക്കുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്തതോടെ ഭയന്ന ഡോക്ടർ സെക്യൂരിറ്റിയെ സഹായത്തിന് വിളിച്ച ശേഷം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ വർക്കല പോലീസ് ആശുപത്രിയിലെത്തി ബലം പ്രയോഗിച്ച് പ്രതിയെ കീഴടക്കുകയായിരുന്നു. കൊലപാതക ശ്രമം ഉൾപ്പെടെ വർക്കല ഐരൂർ സ്റ്റേഷനിലെ നിരവധി കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായ മുനീറെന്ന് വർക്കല പോലീസ് പറഞ്ഞു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു.
ഷെയ്ൻ നിഗം നായകനാകുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സിനിമാ സ്റ്റൈൽ ഗുണ്ട ആക്രമണം. ലൊക്കേഷനിലെത്തി ഒരു സംഘം ആളുകൾ പ്രൊഡക്ഷൻ മാനേജരെ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ പ്രൊഡക്ഷൻ മാനേജർ ജീബു അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സിനിമയ്ക്കായി വാടകയ്ക്കെടുത്ത ബൈക്കിന്റെ വാടകയുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിലും മർദ്ദനത്തിലും കലാശിക്കുകയായിരുന്നു. സംഭവത്തിൽ നടക്കാവ് പോലീസ് 5 പേർക്കെതിരെ കേസെടുത്തു. ഷെയ്ൻ നിഗം നായകനായ ഹാൽ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ആണ് കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ 5-അംഗ സംഘം ആക്രമണം നടത്തിയത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ജിബുവിനെ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയായിരുന്നു. റോഡരികിൽ വെച്ചാണ് മർദ്ദിച്ചത്. ജിബുവിനെ കത്തികൊണ്ട് കുത്തുകയും മർദ്ദിക്കുകയുമായിരുന്നു. ലോഹവള കൊണ്ട് ഇടിക്കുകയും കത്തികൊണ്ട് കുത്തി കൈക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പരിക്കേറ്റ ജിബു ആശുപത്രിയിൽ ചികിത്സയിലാണ്. അബു ഹംദാൻ, ഷബീർ എന്നിവരും മറ്റു 3 പേരും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ ജിബു പറയുന്നു. ബൈക്ക് വാടകയുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം. സിനിമയുടെ ആവശ്യത്തിനായി ബൈക്ക് വാടകയ്ക്ക് എടുത്തിരുന്നു. വാടകയായി വൻ തുകയാണ് ചോദിച്ചത്. ഇത്രയും വലിയ തുക നൽകാൻ സാധിക്കില്ലെന്ന് അറിയിച്ചു. ഇതോടെയാണ് അബു ഹംദാന്റെ നേതൃത്വത്തിലെത്തിയ സംഘം മർദ്ദിച്ചത് എന്ന് ജിബു പറയുന്നു. ഷെയ്ൻ നിഗത്തിനെ നായകനാക്കി വീര സംവിധാനം ചെയ്യുന്ന ഹാൽ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വെള്ളിമാട് കുന്നിൽ വെളിച്ചെണ്ണ മില്ലിന് സമീപമാണ് നടക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. മകളുടെ മരണത്തിൽ നീതി തേടി കഴിഞ്ഞ 7 വർഷമായി കോടതികളും പോലീസ് സ്റ്റേഷനുകളും കയറിയിറങ്ങുന്ന ഒരു പിതാവുണ്ട് എറണാകുളം ഇലഞ്ഞി. കൊച്ചിയിൽ CA വിദ്യാർത്ഥിനിയായിരുന്ന മിഷേലിന്റെ മരണത്തിൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും ഇപ്പോഴും ദുരൂഹമാണ് കേസ്. ഇതോടെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് ഷാജി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അന്വേഷണം അതിവേഗം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് നൽകണമെന്ന് കോടതി ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിഷേൽ ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചെങ്കിലും കേസിൽ വ്യക്തത വരാത്തതിനാലാണ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹർജിയിലാണ് ഹൈക്കോടതി വിധി. നിലവിലെ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പിറവം മുളക്കുളം വടക്കേക്കര സ്വദേശി ഷാജി വർഗീസിന്റെയും സൈലമ്മയുടെയും മകളായ മിഷേൽ ഷാജിയെ 2017 മാർച്ച് 5-നാണ് കൊച്ചിയിൽ നിന്നും കാണാതായത്. തൊട്ടടുത്ത ദിവസം കൊച്ചി കായലിൽ ഐലൻഡ് വാർഫിൽ നിന്നാണ് മിഷേൽ ഷാജിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കൊച്ചിയിൽ CA വിദ്യാർത്ഥിനിയായിരുന്നു മിഷേൽ ഷാജി. കാണാതായ ദിവസം വൈകുന്നേരം കല്ലൂരിലെ പള്ളിയിലെത്തി മടങ്ങുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണത്തിൽ മിഷേലിന്റെ മരണം ആത്മഹത്യയാണെന്നാണ് കണ്ടെത്തിയത്. എന്നാൽ മിഷേലിന്റെ ശരീരത്തിൽ കണ്ട പാടുകളും FIR-ലെ പൊരുത്തക്കേടുകളും എങ്ങനെ ഉണ്ടായെന്നാണ് പിതാവ് ഷാജി വർഗീസ് ചോദിക്കുന്നത്. ഇത് പോലീസിന്റെ അനാസ്ഥകൾ വളരെയധികം ഉണ്ടായിട്ടുണ്ട് ഈ അന്വേഷണത്തിൽ എന്നാണ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത്. അപ്പൊ ആ അന്വേഷണങ്ങൾ കൃത്യമായിട്ട് നടത്താത്തത്, ഈ മോളുടെ കയ്യിലെ പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് പറഞ്ഞിരിക്കുന്ന വയറ്റിലുള്ള ഭക്ഷണ സാധനങ്ങൾ, ഈ സാധനങ്ങൾ എവിടെ നിന്ന് കഴിച്ചെന്നോ എവിടെ നിന്ന് ആണ് എന്നുള്ള കാര്യങ്ങളൊന്നും, അങ്ങനെ ഓരോ റൂട്ടിലും ഈ കുട്ടി മറ്റേ 1-ാം പാലത്തിൽ നിന്നാണോ 2-ാം പാലത്തിൽ നിന്നോ ആണോ എന്ന് പോലും സ്ഥിരീകരിക്കുന്ന ഒരു അന്വേഷണം ഇതിനകത്ത് നടന്നിട്ടില്ല. മിഷേലിന്റെ ശരീരത്തിലെ പരിക്കുകളെക്കുറിച്ച് ശരിയായ അന്വേഷണം നടന്നില്ലെന്നും മിഷേൽ പള്ളിയിലുള്ള സമയം വ്യക്തമായിട്ടും 7 മണിക്ക് ശേഷമാണ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതെന്ന് FIR-ൽ രേഖപ്പെടുത്തിയത് ദുരുദ്ദേശത്തോടെയാണെന്നും കുടുംബം പറയുന്നു.
മകൾ ജീവനൊടുക്കേണ്ട ഒരു സാഹചര്യവുമില്ലായിരുന്നുവെന്നും കുടുംബം ഉറപ്പിച്ചു പറയുന്നു. മിഷേലിന്റെ മൊബൈൽ ഫോണും ബാഗും ഇതുവരെ കണ്ടെത്താനാകാത്തതിൽ ദുരൂഹതയുണ്ടെന്നും പരാതിയുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൊല്ലം ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ എന്തെങ്കിലും അട്ടിമറികൾ ഉണ്ടായോ? അബിഗേലിനെ തട്ടിക്കൊണ്ടുപോയത് 4 പേർ ചേർന്നാണെന്നും 4-മൻ ആരെന്ന കാര്യം പുറത്തുവരണമെന്നും കുടുംബം പലതവണ ആവശ്യപ്പെട്ടതാണ്. കുട്ടിയുടെ സഹോദരന്റെ മൊഴിയിൽ അന്വേഷണം നടക്കാത്തത് സംശയങ്ങൾ ബലപ്പെടുത്തുന്നുണ്ടെന്ന് അബിഗേലിന്റെ പിതാവ് ന്യൂസ് 18നോട് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ കോടതി കേസിൽ ഇടപെട്ടിരിക്കുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണത്തിന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഉത്തരവിട്ടത്. ഓയൂർ ഓട്ടുമലയിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കൊല്ലം ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷയിൽ കൊല്ലം ജില്ലാ കോടതിയാണ് തുടരന്വേഷണത്തിന് അനുമതി നൽകിയത്. തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ 4-മതൊരാൾ കൂടി ഉണ്ടായിരുന്നുവെന്ന കുട്ടിയുടെ പിതാവിന്റെ സംഭാഷണം പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ടത്. കേസിൽ ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ, ഭാര്യ അനിതകുമാരി, മകൾ അനുപമ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെ സഹായിക്കാൻ ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന ആരോപണം ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. ഇക്കാര്യം സ്ഥിരീകരിക്കാനാണ് പോലീസ് തുടരന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്. കുട്ടിയുടെ സഹോദരൻ 4 പേരെ കണ്ടിരുന്നു എന്ന് പറഞ്ഞുവെങ്കിലും അത് പോലീസ് അന്വേഷിച്ചിട്ടില്ലെന്ന കുട്ടിയുടെ പിതാവിന്റെ സംഭാഷണമാണ് പുറത്തുവന്നത്. എന്നാൽ സംഘത്തിൽ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കുട്ടി മൊഴി നൽകിയത്. കുട്ടിയുടെ പിതാവ് പറഞ്ഞതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതിനും ഏത് സാഹചര്യത്തിലാണ് കുട്ടിയുടെ പിതാവ് ഇത്തരത്തിൽ പ്രതികരിച്ചതെന്ന് അന്വേഷിക്കുന്നതിനുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവി MM ജോസ് കോടതിയിൽ അപേക്ഷ നൽകിയത്. 2023 നവംബർ 27-നാണ് മരുതമൺ പള്ളി കാറ്റാടിയിലെ വീടിനു സമീപത്തു നിന്ന് പത്മകുമാറും കുടുംബവും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. രാത്രി തന്നെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് കുട്ടിയുടെ അമ്മയുടെ ഫോണിൽ വിളിക്കുകയും ചെയ്തു. പിറ്റേന്ന് കുട്ടിയെ ആശ്രാ മൈതാനത്ത് ഉപേക്ഷിച്ചു. ഡിസംബർ 1-നാണ് പ്രതികളെ തമിഴ്നാടിനടുത്ത് പുളിയറയിൽ നിന്നും അന്വേഷണ സംഘം പിടികൂടിയത്. ന്യൂസ് 18 കൊല്ലം. തൃശൂർ ചാവക്കാട് അഞ്ചങ്ങാടിയിൽ യുവാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നത് നാട്ടുകാർക്കും പോലീസിനും തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലഹരി ഉപയോഗത്തെ തുടർന്നുള്ള തർക്കം വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളായ 4 പേരും അറസ്റ്റിലായി. ചാവക്കാട് അഞ്ചങ്ങാടിയിൽ യുവാക്കളുടെ ചേരിതിരിഞ്ഞുണ്ടായ തർക്കമാണ് അടിപിടിയിലും കത്തിക്കുത്തിലും കലാശിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടായത്. അഞ്ചങ്ങാടി ബാങ്കിന് മുൻവശത്തിരുന്ന കടപ്പുറം ഇരട്ടപ്പുഴ സ്വദേശികളായ മുഹമ്മദ് ഉവൈസ, സാലിഹ് എന്നിവർക്കാണ് ഇരുമ്പ് വടികൊണ്ടുള്ള ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത്. സ്കൂൾ കോമ്പൗണ്ടിൽ വച്ചുള്ള ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണം. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കടപ്പുറം തൊട്ടാപ്പ് സ്വദേശികളായ ഹർഷാദ, സാഹിൽ, നൌഷീർ, ലക്മിൽ എന്നിവരെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇവർ ഉത്സവങ്ങളിലും ആഘോഷങ്ങൾക്കുമിടെ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നത് പതിവ് സംഭവമാണ്. ഓണാഘോഷങ്ങളിലും വരാനിരിക്കുന്ന ഉത്സവങ്ങളോടനുബന്ധിച്ചും ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ലഭിച്ചതിന് പിന്നാലെ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. റിപ്പോർട്ടിൽ മൊഴി നൽകിയവരെ നേരിട്ട് കാണാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ
23 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ പൂർണ്ണരൂപം ലഭിച്ചതോടെ റിപ്പോർട്ടിൽ പേരുള്ളവർക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അവർക്കെതിരെ തെളിവുകളോ മൊഴികളോ ഉണ്ടായാൽ നടപടി വന്നേക്കാം. ഹേമ കമ്മിറ്റിയിൽ 50 പേരാണ് സിനിമയിലെ ലൈംഗികാതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മൊഴിയായി നൽകിയിരിക്കുന്നത്. ഇവരെ അന്വേഷണ സംഘം 4 സംഘങ്ങളായി തിരിഞ്ഞ് നേരിട്ട് കാണുമെന്നാണ് റിപ്പോർട്ട്. മൊഴിയുമായി മുന്നോട്ടു പോകുന്നുണ്ടോ എന്ന് അറിഞ്ഞ് പരാതിയായി രേഖപ്പെടുത്തിയ ശേഷം കേസെടുത്തേക്കാം. 10 ദിവസത്തിനുള്ളിൽ ഇരകളെ നേരിട്ട് കാണും. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പാക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട WCC അംഗങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇതുകൂടി പരിഗണിച്ചാകും അന്വേഷണ സംഘത്തിന്റെ നീക്കമെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ ഓണത്തിന് ശേഷം തീരുമാനമുണ്ടായേക്കും. പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നായിരിക്കും തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കുക. നേരത്തെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. റിപ്പോർട്ടിൽ SIT എന്ത് നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. മാധ്യമങ്ങളിലൂടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ വന്നതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഒക്ടോബർ 3-ന് ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കും. റിപ്പോർട്ടിൽ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ SITയും മറ്റു വിഷയങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളും നടപടിയെടുക്കണം. ഇരകളുടെയും ആരോപണ വിധേയരുടെയും അവകാശം നിഷേധിക്കാതെയുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളും ജാഗ്രത പുലർത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. പുറത്തുവന്ന കമ്മിറ്റി റിപ്പോർട്ടിൽ ഒട്ടേറെ പേരുടെ മൊഴികളുണ്ടെങ്കിലും അത് ആരൊക്കെ നൽകിയതാണെന്ന് വ്യക്തമായിട്ടില്ല. എന്നാൽ പൂർണ്ണ രൂപത്തിലുള്ള റിപ്പോർട്ടിൽ മൊഴി നൽകിയവരുടെ പേരുകളും ആർക്കെതിരെയാണ് മൊഴി നൽകിയത് എന്നതും വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് സൂചന. കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. 8 വർഷമായി ഒളിവിലായിരുന്ന വധശ്രമ കേസ് പ്രതി പിടിയിൽ. മലയാറ്റൂർ സ്വദേശി മനോജിനെയാണ് കാലടി പോലീസും പെരുമ്പാവൂർ SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് പിടികൂടിയത്. 2016-ൽ കാടപ്പാറയിലുള്ള യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. കാലടി പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 5 പ്രതികളെ കോടതി ശിക്ഷിച്ചിരുന്നു. എറണാകുളം കോതമംഗലത്ത് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത കാലയളവിൽ സ്വകാര്യ ബസ് ഓടിച്ച ഡ്രൈവറെ കയ്യോടെ പിടികൂടി മോട്ടോർ വാഹന വകുപ്പ്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് ഐഷാസ് ബസിലെ ഡ്രൈവർ അജിത്തിന് ലൈസൻസ് ഇല്ല എന്ന് വ്യക്തമായത്. തുടർന്ന് വാഹനം പിടിച്ചെടുക്കുകയും 15,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ഇടുക്കി നെടുങ്കണ്ടം രാജപ്പാറയിലെ വെയിറ്റിംഗ് ഷെഡിന് സമീപത്തു നിന്നും കഞ്ചാവ് കണ്ടെടുത്തു. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പിന്നിൽ ഒളിപ്പിച്ച നിലയിലാണ് ഉടുമ്പൻചോല എക്സൈസ് 1.5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോട് അനുബന്ധിച്ച് തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ എക്സൈസ് പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയിരുന്നു. താമരശ്ശേരി മേഖലയിൽ വ്യാജവാറ്റിനെതിരെ നടപടി ശക്തമാക്കി എക്സൈസ്. പുതുപ്പാടിയിൽ നടത്തിയ പരിശോധനയിൽ ചാരായം മാറ്റുന്നതിനായി സൂക്ഷിച്ച വാഷുമായി ഒരാൾ പിടിയിലായി. പുതുപ്പാടി സ്വദേശി രാഘവൻ ആണ് പിടിയിലായത്. മലപ്പുറം വൈലത്തൂരിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന വിദ്യാർത്ഥികളെ ഇടിച്ചു വീഴ്ത്തി ബൈക്ക് യാത്രികൻ. ബൈക്ക് യാത്രക്കാരന്റെ അശ്രദ്ധ കാരണമാണ് അപകടം ഉണ്ടായത്. വിദ്യാർത്ഥികളെ തട്ടിയ ബൈക്ക് യാത്രികനും തെറിച്ചു വീണു. ആശുപത്രികളുടെ അനാസ്ഥ എത്രയോ മനുഷ്യജീവനുകളാണ് ഇല്ലാതാക്കിയിട്ടുള്ളത്. നിരവധി കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തിയിട്ടുമുണ്ട്. കോഴിക്കോട് എഗരൂരിൽ ചികിത്സാ പിഴവ് മൂലം അമ്മയും കുഞ്ഞും മരിച്ചൊരു സംഭവത്തെക്കുറിച്ച് കേട്ടാൽ ആരുടെയും ഉള്ളൊന്നു പിടയും. എഗരൂർ ഉണ്ണികുളം സ്വദേശി വിവേകിന്റെ ഭാര്യ അശ്വതിയും കുഞ്ഞുമാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ അത്തോളി മലബാർ മെഡിക്കൽ കോളേജിൽ വെച്ച് കുഞ്ഞു മരിച്ചു. ഗുരുതരാവസ്ഥയിലായിരുന്ന അശ്വതി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിന്നാലെ പതിവ് പോലെ ന്യായീകരണവുമായി ആശുപത്രി അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ കുറ്റക്കാരെ സംരക്ഷിക്കാതെ
വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.